അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ആ കോ ഫൗണ്ടർ ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നത്? ഞങ്ങള് ഇഷ്യൂ എന്ന് പറഞ്ഞാല് പിന്നെ ഈ കട്ടൗട്ട് സെറ്റ് നമ്മൾ വിചാരിച്ച രീതിയിലോട്ട് മൂവ് ആയില്ല. പിന്നെ ആ സമയത്ത് പിന്നെ ടീമായിട്ട് നമ്മൾക്ക് രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ പുള്ളി വേറെ ജോബിന് ജോയിൻ ചെയ്യാം. അപ്പൊ താങ്കളുടെ കോ ഫൗണ്ടർ ആൻഡ് CTO സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡ്, കോ ഫൗണ്ടർ ആൻഡ് CTO ലീവ് ചെയ്തു. ഓക്കെ. അപ്പൊ വാട്സാപ്പ് അല്ലെങ്കിൽ റിവ്യൂ ബിറ്റിന്റെ ഫസ്റ്റ് വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിയത് യു യൂസ്ഡ് ഫ്രീലാൻസേഴ്സ്? അതെ. ആക്ച്വലി ഞാൻ അന്ന് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക. പക്ഷെ അത് ഇത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവർക്ക് മന്ത്ലി സാലറിയും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ അവരെ ലേ ഓഫ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് മന്ത് ഇതേപോലെ ഒരു 3 മന്ത് എക്സ്റ്റെൻസീവ് ആയിട്ട് അതിൽ റിസർച്ചിൽ സ്പെൻഡ് ചെയ്തു. ഒരു 2 മന്ത് എന്തായാലും. അങ്ങനെ എന്താണ് കുറച്ചും കൂടി മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇനീഷ്യൽ ഒരു പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ഒരു ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്തു. അപ്പോൾ ഈ ഫ്രീലാൻസേഴ്സിനെ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് ഫസ്റ്റത്തെ ഒരു സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇക്കോഡോട്സിന്റെ സമയത്ത് ഇവിടുന്ന് കാശ്മീർ പിന്നെ കൂടുതലായിട്ട് നമ്മള് മിങ്കിൾ ചെയ്യുന്നത് ആ സമയത്താണ്. ഓക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാല് യു നെവർ ലോസ്റ്റ് ഹോപ്പ്. അതായത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പൊ കോ ഫൗണ്ടർ വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അതും പ്രത്യേകിച്ച് CTO, ദ വൺ ഹു ഈസ് ബിൽഡിങ് യുവർ പ്രൊഡക്റ്റ്, വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊക്കെ ത്രട്ടനിങ് സിറ്റുവേഷൻ ആണ്. അതായത് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പക്ഷെ ഞാൻ നാഫിയിൽ കണ്ട ഒരു സാധനം പറഞ്ഞാൽ യു നെവർ നമുക്ക് ശരിയാക്കാം, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്, ഞാൻ ഫ്രീലാൻസേഴ്സിനെ വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ ഫൈൻഡ് അനദർ കോ ഫൗണ്ടർ. അത് തന്നെയാണ് ഓൺട്രപ്രണർ. അതായത് ഒരിക്കൽ ഞാൻ വിട്ടുകൊടുക്കൂല. ഐ എം നോട്ട് ഗോയിങ് ടു ലൂസ്, ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, കണ്ടിന്യൂ. അങ്ങനെ നമ്മളത് ആക്ച്വലി ശരിക്കും നല്ലൊരു ഇതായിരുന്നു. കാരണം ഫ്രീലാൻസേഴ്സിന് വെച്ചതുകൊണ്ടാണ് നമുക്കിത് 1 മന്ത് കൊണ്ട് 1.5 മാസം. കാരണം അവർ ഭയങ്കര എക്സ്പേർട്സ് ആയിരുന്നു. കാരണം നമുക്ക് പക്ക ഇപ്പോൾ ഷോപ്പിഫൈ ഇൻ്റഗ്രേഷൻ, അതല്ലെങ്കിൽ റിയാക്ട്, ആ ബാക്ക് എൻഡ് അതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സിനെയാണ് നമുക്ക്. എങ്ങനെ ആ ഫ്രീലാൻസേഴ്സിലേക്ക് എത്തി? അത് ഞാൻ ടെലിഗ്രാമിൽ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു Vue.js എന്ന് പറഞ്ഞിട്ടുള്ള. അത് ആക്ച്വലി വേറെ സ്റ്റോറിയാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു Vue.js അന്ന് ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് 2017-2018 നമ്മുടെ നാട്ടിലൊന്നും അത്ര Vue.js ഡെവലപ്പേഴ്സ് ഇല്ല. അപ്പം അന്ന് ഞാൻ Vue.js പഠിക്കുന്ന സമയത്ത് എനിക്കും ആരോട് ചോദിക്കാൻ കഴിയില്ല. ഇപ്പം എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ കണക്ട് ചെയ്തു, ആരും കിട്ടില്ല. അപ്പം ഞാൻ എന്താക്കി ടെലിഗ്രാമിൽ ഒരു പബ്ലിക് ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് Vue.js India എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ Vue.js India ക്രിയേറ്റ് ചെയ്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു 100-150 ആളതിലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1000+ ആളുകൾ ഇപ്പം അതിൽ ഓൾറെഡി ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. ഞാനധികം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിറ്റിയാണ് ഇനീഷ്യലി ഞാൻ ഫ്രീലാൻസേഴ്സിനെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പൊ അതിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്ച്വലി ഞാനാണ് അഡ്മിന്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ലുക്കിംഗ് ഫോർ ഫ്രീലാൻസ്. ആദ്യം ഞാൻ ചെയ്തത് റിസർച്ച് ചെയ്തു, പ്രൊഡക്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ മനസ്സിലാക്കി. ബാക്ക് എൻഡ് എന്ത് യൂസ് ചെയ്യണം, ഫ്രണ്ട് എൻഡ് എന്ത് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ പക്ക ഓൾറെഡി നല്ല വർക്ക് ചെയ്ത ആളുകളെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി ഈ ഒരു ലേണിംഗ് കർവോ കാര്യങ്ങളോ അല്ല. അപ്പൊ എനിക്കിത് ഡയറക്റ്റ് സാധനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് 1.5 മാസം കൊണ്ട് സാധനം ഉണ്ടാക്കി. അവർക്ക് പിന്നെ അഡീഷണൽ റവന്യൂ ആണ്. അപ്പൊ അവർ പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ നോക്കും. അതന്നെ അവരെ സംബന്ധിച്ച് ഇത് നമുക്കും അധികം ബേർഡനില്ല. അപ്പം വളരെ നമ്മൾ ഇനീഷ്യലി കണ്ടോട്ട് സൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ കോസ്റ്റിന്റെ ഒരു വളരെ കുറഞ്ഞ കോസ്റ്റാണ് ശരിക്കും. പിന്നെ ഇത് ബിൽഡ് ചെയ്യാണ്ടായി. പിന്നെ അതിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു, പേയ്മെന്റ് ആൾക്കാർ തരുമോ. അപ്പം പേയ്മെന്റ് ഫസ്റ്റ് തന്നെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷെ അതിന് പകരം ഒരു വാലറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്തു അതിൽ ഫസ്റ്റത്തെ വെർഷനിലാണ്. അപ്പം ആ വാലറ്റിലോട്ട് ഒരു $100 ഇട്ടിട്ട് അത് അവർക്ക് യൂസ് ചെയ്യാം, ക്രെഡിറ്റ് പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിന് മെസ്സേജസ് അയക്കാനും റിവ്യൂസ് അയക്കാനൊക്കെ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് അയക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ സഡൻ ഒരു വാലിഡേഷൻ ആയിരുന്നു. ആളുകൾ വരുന്നു, വാലറ്റിലോട്ട് ഒരു $100 ഇടുന്നു, ആൾക്കാർ പേ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് ആ സമയത്ത് നമുക്ക് $100-200 ആളുകൾ
ചില ആളുകൾ വന്ന് ട്രൈ ഔട്ട് ചെയ്യാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് $100 ഒക്കെ തരുമോ ആൾക്കാർ, ഒറ്റയടിക്ക് $100 പേ ചെയ്യുന്നുണ്ട്. ഓ ഇങ്ങനെ വരുമോ എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റില് നമ്മളൊരു കുറച്ച് റവന്യൂ ഫണ്ട് നമ്മൾ കരുതി, ബാക്കി ഈവൻ ഈ ഫ്രീലാൻസേഴ്സിന്റെ ഫണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് റിലീസ് ആയതിനു ശേഷമാണ് കൊടുത്തത്. ഈ കിട്ടിയ ഫണ്ടിന്ന്. ആ സമയത്ത് എന്താ നമുക്ക് ടിലിയോ ആണ് ഞങ്ങളന്ന് വാട്സപ്പ് ആപ്പിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം ഒരു 1-2-3 മന്ത് നമുക്ക് ടിലിയോന്റെ കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ട്, അവർ തന്നു, അത് യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ ആ ക്രെഡിറ്റ് ആക്ച്വലി ഞങ്ങൾ ക്യാഷ് ആക്കിയിട്ട് മാറ്റി. എനിക്ക് ഫ്രൂഗൽ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ അടുത്ത് ഇല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സോ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം സംവെയർ. ഞങ്ങൾക്ക് എനിക്ക് അന്ന് കിട്ടിയത് എന്തോ എനിക്കൊന്നും ഒരു $2,000 എന്തോ ഒരു എന്താ ക്രെഡിറ്റ് ആണ് ടിലിയോന്റെ സൈഡിലുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വാലറ്റ് സെറ്റ് ചെയ്തു. ആ വാലറ്റിലോട്ട് ആളുകൾ ഫണ്ട് ഇടും. ആ ഫണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് എടുക്കും. കാരണം എനിക്ക് ഈ വാലറ്റ് ക്രെഡിറ്റ് നിന്നാണ് ഈ വാലറ്റ് റൺ ആവണത്. അപ്പൊ എനിക്ക് ടിലിയോക്ക് അപ്പൊ പേയ്മെന്റ് കൊടുക്കേണ്ടിയല്ല. കുറച്ച് സമയം, ഒരു 3 മാസമൊക്കെ ആ ഒരു റിലാക്സേഷൻ കിട്ടി. അപ്പം ഡയറക്റ്റ്ലി ഒരു 2 lakhന്റെ അടുത്ത് നമുക്ക് ഇതിന്ന് ഒരു സഡൻ റവന്യൂ ആയും ചെയ്ത്. കസ്റ്റമറെ സംബന്ധിച്ച് ഇത് സബ്സ്ക്രിപ്ഷൻ അല്ല, അവര് വാട്സപ്പിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. ഈവൻ നമ്മൾ അപ്പൊ അതിന്റെ അകത്തിന് മനസ്സിലായത് പിന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടായി. കസ്റ്റമർക്ക് ഇതിന് സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല, ഞാൻ ഈ വാട്സാപ്പിന്റെ പേയ്മെന്റ് കൊടുക്കുകയാണല്ലോ, അത് പ്രശ്നമല്ല. നിങ്ങൾ ടിലിയോന് സാധനം എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് അവർക്കും പേയ്മെന്റ് ഉണ്ട്. സോ കുറച്ച് ബാങ്കിൽ കുറച്ച് എമൗണ്ട് വന്ന് ഇത് കാരണം ഈവൻ അതിൽ നിന്നാണ് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അതിൽ പിന്നെ പെട്ടെന്നുണ്ടായ ഒരു കാര്യം, നമ്മൾ റിവ്യൂ ബിറ്റ് റിലീസ് ചെയ്തു. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ആപ്പ് സ്റ്റോറിൽ അങ്ങ് ഫീച്ചറായി. 1 മന്ത്ക്ക് ഫീച്ചേർഡായി. കുറേ കസ്റ്റമറായിട്ട് സംസാരിച്ചു. അത് ഭയങ്കര ഇത് ഫസ്റ്റ് ഗുഡ് ഒരു ലേണിങ്സ്, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. കുറേ ആളുകൾ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ സ്ലാക്കിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, കുറേ ആൾക്കാർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് പോണത്. അപ്പം ഫസ്റ്റിൽ തന്നെ സ്ലാക്ക് അതിന്റെ അടുത്ത് സ്ലാക്ക് പറഞ്ഞു. സ്ലാക്കിലേക്ക് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്തു? നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്ലാക്കിലോട്ടാണ്, സ്ലാക്കിലേക്കാണ്, ഇമെയിലിലേക്കല്ല സ്ലാക്കിലേക്കാണ്. സോ ദാറ്റ് വാട്സാപ്പ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പോയാൽ സ്ലാക്കിൽ നോട്ടിഫിക്കേഷൻ വരും. അയാൾ ആക്ടിവേറ്റ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും, അൺഇൻസ്റ്റാൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം കംപ്ലീറ്റ്ലി സ്ലാക്കിൽ തന്നെയാണ് നമ്മളിത് മോണിറ്റർ ചെയ്യണത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ഫസ്റ്റ് ഇന്ത്യയിൽ എന്താ, അപ്പോൾ എനിക്ക് നമ്മളെ ഇൻവെസ്റ്റർ ഒരു ടാർഗറ്റ് അൻവർക്ക് ഒരു ടാർഗറ്റ് തന്നിരുന്നു. ഒന്നല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു 100 ഫ്രീ യൂസേഴ്സ് ആക്കുക, അല്ലെങ്കിൽ ഒരു 10 പെയ്ഡ് യൂസേഴ്സിനെ ആക്കുക. അപ്പോൾ ആ സമയം ഫീച്ചേർഡ് ആയ സമയത്ത് ഞങ്ങൾക്ക് ഒരു 200 ഫ്രീ യൂസേഴ്സിനും കിട്ടി, ഒരു 20+ ഈ പേയ്മെന്റ് തന്നെ അറ്റ്ലീസ്റ്റ് വാലറ്റിലോട്ട് പേയ്മെന്റ് ഇട്ട ആളുകൾ ആ സമയത്ത് തന്നെ. അപ്പൊ അത് ഈ ഒക്ടോബർ, ഇപ്പൊ ഞങ്ങൾ സെപ്റ്റംബറിൽ അപ്രൂവലായി, ഒക്ടോബറിൽ തന്നെ ഫീച്ചറായി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടി ആ ഒരു ഏരിയയിൽ.